നമസ്കാരം. ഏപ്രിൽ ഇന്ന് മാർച്ച് 25, 2026. അപ്പോൾ പൊതുജനങ്ങളെ ശ്രദ്ധിക്കാൻ വേണ്ടി ഒരു കാര്യം പറയാണ്. ഇംഗ്ലീഷ് മരുന്ന് ഉപയോഗിച്ച എല്ലാവർക്കും നാവിലും ചുണ്ടിലും കാലിലും പുഴുണ്ട്. മിക്കവാറും പെൺകുട്ടികളുടെ മുട്ടുപുക്കളുടെ ഇടയിൽ ഫുള്ളായിട്ട് ഇത്തരം രോഗങ്ങൾ വന്ന് കാണുന്നുണ്ട്. നിരവധി ആളുകൾക്ക് ഇതുണ്ട്. അതുപോലെ ഇവിടുന്ന് പഠിക്കാൻ പോയിട്ടുള്ള പ്രത്യേകിച്ച് പെൺകുട്ടികൾ, എല്ലാ കുട്ടികളും, പക്ഷേ പ്രത്യേകിച്ച് പെൺകുട്ടികളെ അത് എടുത്ത് പറയേണ്ടതുണ്ട്. ഇവർക്കൊക്കെ ഇത്തരം രോഗം വന്നതായിട്ട് കാണുന്നുണ്ട്. ഇവർ എവിടെ പോയിട്ട് ചെയ്താലും ഈ രോഗമാണ് ഇവിടെ പരത്തുന്നത്. ഇത് ഇംഗ്ലീഷ് മരുന്നിൻ്റെ തട്ടിപ്പ് കൊണ്ട് വന്നിട്ടുള്ളതാണ്. അതുകൊണ്ട് ഇതിന് നാവുമ്മ പുഴു വന്നുകൊണ്ട് നാവ് മുറിച്ച് കളഞ്ഞുകൊണ്ട് കാര്യമില്ല. ആ രോഗത്തിന് മരുന്നുണ്ട്, അത് മാറ്റാൻ സാധിക്കും. മനസ്സിലായില്ലേ? അത് മാറ്റാൻ സാധിക്കും. കാര്യം മനസ്സിലായില്ലേ? അപ്പോൾ അതെല്ലാവരും ശ്രദ്ധിക്കുക. അത് മാറ്റാൻ സാധിക്കും. കാലുമ്മ പുഴു വന്നിട്ട് നിങ്ങൾ അത് വെച്ചിട്ട് വെക്കേണ്ടതില്ല. നിങ്ങൾ ഈ ചികിത്സിച്ചിരുന്ന ആശുപത്രിക്ക് നേരെ നിങ്ങൾ രേഖാമൂലം ഹൈക്കോടതിയിൽ കേസ് കൊടുക്കണം. ഇത്തരം സൂക്കടുകൾ ചെയ്ത്. അതുപോലെ പ്രസവത്തിൽ ഒരുപാട് അമ്മമാർക്ക് ഈ ഗുളിക ഉപയോഗിച്ചിട്ട് അവർക്കും അവരുടെ കുട്ടിക്കും പുഴുവരിക്കുന്ന സന്ദർഭം ഉണ്ട്. ചില ആളുകളുടെ രക്തം വെള്ളം പറ്റിയിട്ട് മരണം സംഭവിച്ചവരും നിരവധിയുണ്ട്. ഈ കുട്ടി ഇങ്ങോട്ട് ഉള്ളിൽ നിന്ന് പുറത്തേക്ക് വരാണ്ട് കുടുങ്ങിക്കിടന്നിട്ട് ഓപ്പറേഷൻ ചെയ്തിട്ട് ഓട്ടിസം ബാധിച്ച കുട്ടികളാണ് നിരവധിയുള്ളത്. ഇത് നിങ്ങൾ കേസ് കൊടുക്കണം, അല്ലാണ്ട് നടക്കില്ല. ഇവർ വിദ്യാഭ്യാസം പഠിച്ചു എന്നത് വെച്ചിട്ട് നുണ പറഞ്ഞ് ജനങ്ങളെ പറ്റിക്കുകയാണ്. അതായത് ഇല്ലാത്ത യോഗ്യതയുടെ പേരിൽ വിദ്യാഭ്യാസം ഞാൻ എന്തോ ഒരു സംഭവമാണ്, ആ ബിരുദം പഠിച്ചു, ഈ സൈക്കോളജി പഠിച്ചു എന്നൊക്കെ പറഞ്ഞ് അതിന് കുറേ കടലാസും സർട്ടിഫിക്കറ്റും ഉണ്ടായിട്ട് നിങ്ങളെ പറ്റിക്കുക. അതുകൊണ്ട് ഇത്തരം വിധിയിടുന്ന ജഡ്ജിമാരെയും നിങ്ങൾ ശരിക്കും പ്രതികരിക്കണം. അവരെ ജീവിക്കാൻ വിടരുത്, അവരെ കുട്ടികളെ വിടരുത്. അതുപോലെ ഇത്തരം നിയമം നടത്തുന്ന ആരോഗ്യമന്ത്രിമാരെ വിടരുത്. ഇതിന് സപ്പോർട്ട് ചെയ്യുന്ന മുഖ്യമന്ത്രിമാരെ നിങ്ങൾ വിടരുത്. കാരണം പൊതുജനങ്ങളുടെ ജീവൻ എന്ന് പറഞ്ഞാൽ എൻ്റെ തമാശക്കളി അല്ലാതെ അത് ജനം ശ്രദ്ധിക്കണം. ഈ പുഴുവരിച്ച സാധനങ്ങൾ കഴിഞ്ഞ ഒരു 8-10 കൊല്ലമായിട്ട് പല ആളുകൾക്ക് ഞാൻ കാണിച്ചു കൊടുത്തിട്ടുള്ള 1-2 കാര്യങ്ങളുണ്ട്. അത് നിങ്ങൾ നിസ്സാരവൽക്കരിക്കരുത്. നിസ്സാരവൽക്കരിക്കാനല്ല അത്. അതായത് പുഴുവരിച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ 2-3 സാധനങ്ങൾ എടുത്ത് വെച്ച് കഴിഞ്ഞാൽ ആ പുഴുവരിച്ചതും ആ സാധനം കംപ്ലീറ്റ് ക്ലിയറായി കിട്ടും. അതാണ് അതിൻ്റെ കാര്യം. അപ്പോൾ അത് മനുഷ്യനായാലും അത് ഉപകരിച്ചേ പറ്റൂ. മനുഷ്യനത് ഞാൻ എത്രയോ തവണ പറഞ്ഞാണ്. ഇപ്പോൾ കഴിഞ്ഞ തവണ, അതായത് ഏകദേശം ഒരു 2 മാസം മുമ്പ് എന്ന് സുമാർ സംഘടിപ്പിക്കാം. അതായത് ഞാൻ കരിമ്പള്ളിയിൽ നിന്നിരുന്ന സമയത്ത് അവിടെ അടുത്തുള്ള ഒരു കച്ചവടക്കാരൻ്റെ കാല് കഴിഞ്ഞ 50 കൊല്ലമായിട്ട് പാലക്കാട് ജില്ലാ ആശുപത്രിയിൽ ചികിത്സിച്ച് വരുന്ന ആളുടെ കാലിൻ്റെ മുകളിൽ മുറി ഉണങ്ങുന്നില്ല. ആ മുറിയെ കുറിച്ചിട്ട് ഞാൻ ചെറിയ ഒരു അയാൾ എടുത്ത് ഞാൻ എപ്പോഴും നിൽക്കണതാണ്. ഞാൻ ലേശം മരുന്ന് വെച്ചപ്പോൾ തുടങ്ങി. എന്നിട്ട് ഒരു നന്ദി പറയാനും കൂടി ഇവർ തയ്യാറല്ല. ഇവിടുത്തെ ഈ മുസ്ലിങ്ങൾ എന്ന് പറഞ്ഞാൽ മുസ്ലിങ്ങളല്ല, മുസ്ലിക്കുകളാണ്, കാഫറുകളാണ് ഇവിടുത്തെ മുസ്ലിങ്ങൾ. എന്ന് വെച്ചാൽ നുണയില്ലാണ്ട് ഇവർ പറയില്ല, കളവല്ലാണ്ട് ചെയ്യില്ല. കാരണം അവരാരെങ്കിലും എതിരാക്കി അവരിഞ്ഞ് എന്ത് ചെയ്താലും കാര്യമില്ലാണ്ടാക്കാൻ ഇവർ ചെയ്യുന്നത്. ഇത് ശരിക്കും നിങ്ങൾ തിരിച്ചറിയണത് തെറ്റാണ്, കംപ്ലീറ്റ് തെറ്റാണ്. പതിയിലെ എണ്ണിയുടെയും അബൂബക്കറിൻ്റെയും ഐസി മൈമൂട്ടിൻ്റെയും ഈ 3 പള്ളി കമ്മിറ്റിയുടെയും നുണ കേട്ട് നിങ്ങൾ നാട്ടിലേക്ക് മുന്നോട്ട് പോകരുത്. അന്ത്യം നിങ്ങൾക്കാണ്. നിങ്ങളുടെ മുഴുവൻ സമ്പത്തും നിങ്ങളുടെ കുട്ടികളെ നശിപ്പിക്കലാണ് ഇംഗ്ലീഷ് മരുന്നേരെ ഇവരും കൂടി ചെയ്യുന്നത്. നിങ്ങളെ നശിപ്പിക്കാനുള്ളതാണ്. ഡയാലിസിസ് മുഴുവൻ തെറ്റാണ്. ആർക്കൊക്കെ ഡയാലിസിസ് എവിടെയൊക്കെ ചെയ്യുന്നുണ്ട് അത് ഫുള്ള് തെറ്റാണ്. ആ കിഡ്നിയുടെ രോഗം പോലും മനഃപൂർവ്വം കരുതി കൂട്ടി ചെയ്തിട്ടുള്ളതാണ്. നിങ്ങൾ പ്രമേഹത്തിൻ്റെ ഗുളിക കഴിക്കരുത്, ഇൻസുലിൻ വെക്കരുത്. വലിയ അപകടത്തിലേക്കാണ് പോകുന്നത്. മനസ്സിലായില്ലേ? എനിക്കത് പറഞ്ഞേ പറ്റൂ. കാരണം ഞാൻ എൻ്റെ കസാരയിൽ ഞാൻ ഇരുന്നില്ലെങ്കിൽ അതിൽ പട്ടി കയറിയിരിക്കും. അതുകൊണ്ട് ഇവിടുത്തെ പണ്ഡിതന്മാരും തങ്ങന്മാരും മുഴുവൻ നിങ്ങളെ പറ്റിക്കുകയാണ്. മുഴുവൻ നുണ പറഞ്ഞിട്ടാണ് പറ്റിക്കുന്നത്. അത് നിങ്ങൾ ഓർക്കണം. ഇവരെ പിന്നിൽ പോകരുത്. അവരുടെ ദിക്റും സലാത്തിലൊന്നും കാര്യമില്ല. കൊറോണ വൈറസ് കാലത്ത് ഇവിടെ ഒന്നും നടന്നിട്ടില്ല. ഒരു പണ്ഡിതനും ഒരു കഴിവും ഇവിടെ നിങ്ങൾ ഈ കണ്ടതിൽ ഒരാൾക്കും ഇല്ല. ഇറാനിലുള്ളവർക്കും ഇല്ല. ഇറാനിൽ അവരുടെ രാഷ്ട്രം പിടിച്ചെടുക്കാനും സംവിധാനം അവർക്കുണ്ട്, മറ്റുള്ള ഒന്നുമില്ല. അത് നിങ്ങൾ മനസ്സിലാക്കണം. അത്രയും